ഈ പക വീട്ടാനുള്ളതെന്ന് നമ്മൾ പറയാറില്ലേ? ഒരു വല്ലാത്ത പക വീട്ടൽ. എന്റെ പൊന്നരുൺകുമാറെ, യൂത്തന്മാരെ ഇങ്ങനെ പക വീട്ടി നശിപ്പിക്കരുതായിരുന്നു. അതായത് ചിലർ പകരം വീട്ടുന്നതൊക്കെ എത്ര രസകരമായിട്ടാണ്, എത്ര നൈസായിട്ടാണ് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 2 ദിവസം ഡോക്ടർ അരുൺകുമാറിന്റെ തോളിൽ കയറി പീഡനക്കഥ ആരോപിച്ച് ആർത്തുല്ലസിച്ചിരുന്ന യൂത്തന്മാരെ ആ പുന്നമടക്കായലിന്റെ ചെരുവിൽ 4ആയിട്ട് വലിച്ചു കീറിയെടുത്തിട്ടിട്ടുണ്ട്. കേവലം ഒരു ഊത്തിന്റെ മുന്നിൽ നിന്ന് ഇത്രമാത്രം ട്രോളെന്ന് പറഞ്ഞാൽ അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഒരു ഗംഭീര ഐറ്റം ഇറക്കിയിട്ടിട്ടുണ്ട്. ചേട്ടാ, ഇതിന് പറയുന്ന പേരെന്താണ്? അത് പറഞ്ഞാലും കുഴപ്പമാ. അല്ല, അത് പറഞ്ഞാലും ഇപ്പൊ പ്രശ്നമാവും. ഇതിനെന്താ പറയുന്നത്? വള്ളംകളിക്കുള്ള ഊത്താണ്. അപ്പൊ അതാണ് പ്രശ്നം. ഞാൻ എന്ത് പറയണമെന്ന് പ്രേക്ഷകർ തീരുമാനിക്കും. ഇനി അതിന്റെ പേരിൽ ദയവ് ചെയ്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തില്ല. ഇതിന് ഞാൻ ഇടുന്ന പേര് എന്താണ്? PP. ഇനി അതിട്ട വേറെ പ്രശ്നമാവോ? അപ്പൊ നമ്മുടെ PP. ഓക്കെ, അപ്പൊ ഇതിന് എത്ര പൈസ വരും? 30 രൂപ. ഓക്കെ, ഒന്ന് കൂടി. അല്ല, അതും പ്രശ്നമാവും. അല്ല, എന്ത് പറഞ്ഞാലും പ്രശ്നമാവുമല്ലോ, അതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ പൈസ കൊടുക്കും. ഈ തരത്തിൻ്റെ പോയി കളിയട എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്ന് യൂത്തന്മാർക്ക് മനസ്സിലാവാനൊന്നും പോകുന്നില്ല.